ഗാസയിലെ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഹമാസ് വെടിവെപ്പിന് പിന്നാലെ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ഇതിനു പിന്നാലെ ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ഹമാസ് വെടിയുതിർത്തെന്ന ആരോപണമാണ് പ്രത്യാക്രമണത്തിന് കാരണമെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം ആരംഭിച്ചതായി ഹമാസ് തിരിച്ചടിച്ചു. ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നതിൽ ഇസ്രായേൽ സൃഷ്ടിച്ച ഭീഷണി കാരണം താമസം സംഭവിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി. ഹമാസ് തിരികെ നൽകിയ ശരീരഭാഗങ്ങൾ ഏകദേശം 2 വർഷം മുൻപ് മരിച്ച ഒരു ബന്ദിയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണെന്ന് നെതന്യാഹു ആരോപിക്കുന്നുണ്ട്. ഇത് US മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന 13 മൃതദേഹങ്ങൾ കൂടി ഇനിയും കൈമാറാനുണ്ടെന്ന് ഇസ്രായേൽ സ്രോതസ്സുകൾ അറിയിച്ചു. നെതന്യാഹു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം വിളിച്ച് തിരിച്ചടിയുടെ സ്വഭാവം തീരുമാനിക്കാനിരിക്കുകയാണ്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തലാക്കൽ, അതിർത്തികളിലെ സൈനിക നിയന്ത്രണം ശക്തമാക്കൽ, ഹമാസ് നേതാക്കൾക്കെതിരായ ലക്ഷ്യബദ്ധമായ വ്യോമാക്രമണങ്ങൾ തുടങ്ങി നിരവധി മാർഗങ്ങൾ ഇസ്രായേൽ പരിഗണനയിൽ ഉൾപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾ വൻ വെല്ലുവിളി നേരിടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗാസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 3 ആഴ്ചകൾക്കുള്ളിൽ ഇരുപക്ഷവും പരസ്പരം ദുർബലമായ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പ്രദേശത്ത് പുതിയ ആക്രമണം അഴിച്ചുവിട്ടു. അതേസമയം ഗാസയിൽ 13 ഇസ്രായേലി ബന്ദികളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ചൊവ്വാഴ്ച കൈമാറാൻ പദ്ധതിയിട്ടിരുന്ന ഒരു ബന്ദിയുടെ മൃതദേഹം കണ്ടെടുത്തതായി ഹമാസ് അറിയിച്ചിരുന്നു. എന്നിരുന്നാലും ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ആസൂത്രിതമായ കൈമാറ്റം മാറ്റിവെക്കാൻ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് പിന്നീട് തീരുമാനിച്ചു. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് തിരച്ചിൽ വീണ്ടെടുക്കാൻ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്നും ഇസ്രായേലി സൈനികരുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നത് വൈകിപ്പിക്കുമെന്നും ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിൽ സംഘം പറഞ്ഞതായി റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബന്ദികളുടെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും വെടിനിർത്തലിന്റെ പിന്നീടുള്ള ഘട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു പ്രധാന തടസ്സമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം, അന്താരാഷ്ട്ര സമാധാന സേനയുടെ വിന്യാസം, ഗാസയുടെ ഭാവി ഭരണം തുടങ്ങിയ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങൾ ഈ കരാർ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാപകമായ നാശനഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ഹമാസ് അവകാശപ്പെട്ടു. അതേസമയം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സംഘം മനഃപൂർവ്വം അവരുടെ തിരിച്ചുവരവ് വൈകിപ്പിച്ചതായി ആരോപിച്ചു. ഖാൻ യൂനിസിലെയും നുസൈറത്തിലെയും ചൊവ്വാഴ്ച തുടർന്ന പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ ഈജിപ്ത് വിദഗ്ധരെയും ഹെവി ഉപകരണങ്ങളെയും അയച്ചു. മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇതാദ്യമായല്ല. വെടിനിർത്തലിന്റെ ആദ്യ ആഴ്ചയിൽ ഹമാസ് തിരികെ നൽകിയ മൃതദേഹങ്ങളിലൊന്ന് തിരിച്ചറിയാത്ത പലസ്തീനിയുടേതാണെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഫെബ്രുവരിയിൽ സമാനമായ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. ഇസ്രായേലി അമ്മ ഷിരി ബിബാസും അവരുടെ 2 ഇളയ മക്കളും ഉൾപ്പെടെ 3 ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറിയതായി ഹമാസ് പറഞ്ഞു. എന്നാൽ DNA പരിശോധനയ്ക്ക് ശേഷം മൃതദേഹങ്ങളിലൊന്ന് പലസ്തീൻ സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തി. ബിബാസിന്റെ മൃതദേഹം അടുത്ത ദിവസം തിരികെ നൽകിയതായി AP റിപ്പോർട്ട് ചെയ്തു. അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പുതിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒഫീർ സർഫാത്തിയുടേതാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ നോവ സംഗീതോത്സവത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 100 കണക്കിന് പേരിൽ സർഫാത്തിയും ഉൾപ്പെടുന്നു. ഈ ആക്രമണങ്ങളിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു. യുദ്ധത്തിന് കാരണമായത് സർഫാത്തി തടവിൽ വെച്ച് കൊല്ലപ്പെട്ടു. 2023 നവംബറിൽ ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുത്തു. പിന്നീട് 2024 മാർച്ചിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംസ്കാരത്തിനായി കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിച്ചു. AP നടത്തിയ പ്രസ്താവനയിൽ ലോഫറിന്റെ ശവകുടീരം തുറന്ന് ഞങ്ങളുടെ മകനെ വീണ്ടും സംസ്കരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാക്കുന്നത് ഇത് 3ാം തവണയാണെന്ന് കുടുംബം വ്യക്തമാക്കി. ഒക്ടോബർ 10-ന് ആരംഭിച്ച നിലവിലെ വെടിനിർത്തൽ മുതൽ ഹമാസ് 15 ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകി. പകരമായി ഇസ്രായേൽ 195 പലസ്തീൻ മൃതദേഹങ്ങൾ ഗാസയ്ക്ക് കൈമാറി. അവസാനത്തെ 20 ജീവനോടെയുള്ള ബന്ദികളെ വെടിനിർത്തലിന്റെ തുടക്കത്തിൽ തന്നെ വിട്ടയച്ചു. പകരം ഇസ്രായേൽ ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.